ഹായ് ഓൾ അസ്സാം വലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് സ്കൂൾ ഫൈൻസിലേക്കുള്ള അടിപൊളി ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്നത് ഒരു കിഡിലൻ വാട്ടർ ബോട്ടിലാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്നൊരു വാട്ടർ ബോട്ടിലാണ്. ഒരുപാട് റിവ്യൂസ് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. റിവ്യൂസിനനുസരിച്ച് തന്നെയാണ്, അടിപൊളിയാണ് കേട്ടോ ക്വാളിറ്റി. യൂണിക്കോൺ തീമിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗേൾസിനാണ് ഇത് കൂടുതൽ യോജിക്കുന്നത്. ഇതിൻ്റെ വേറെ കളേഴ്സും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറെ പ്രിൻറ്റിലും ഇത് വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇത് വന്നിട്ടുള്ളത്. സൂപ്പർ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ബട്ടൺ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഓപ്പൺ ആയി കിട്ടും. അതുപോലെ ഇത് ലോക്ക് ചെയ്യാനും ഇതുപോലെ പറ്റും കേട്ടോ. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് സിപ്പ് ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ട് സുഖമായിരിക്കും. എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് കേട്ടോ. അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ്. 1/2 ലിറ്റർ കപ്പാസിറ്റിയാണ് ഇതിന് വരുന്നത്. പിന്നെ ഇത് ഫ്ലാസ്ക് ടൈപ്പിലുള്ളതാണ്. അതായത് ചൂടുള്ള വെള്ളവും തണുത്ത വെള്ളവും ഒക്കെ നമുക്ക് കുറച്ച് നേരം അതുപോലെ തന്നെ ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ലിഡ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ബോട്ടിലായിട്ട് യൂസ് ആക്കാം കേട്ടോ. മറ്റേത് നമുക്ക് സിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പാണ് മുകളിൽ ലിഡ് ഓപ്പൺ ആക്കിയാൽ കിട്ടുന്നത്. എന്നാൽ ഇത് ഒരുമിച്ച് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ബോട്ടിൽ പോലെ അതിങ്ങനെ യൂസ് ആക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 262 രൂപയാണ്. ഈ ഒരു റേറ്റിന് എന്തായാലും വേർത്തിയായിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന ബുക്ക് കവറാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രാൻസ്പെറൻറ്റ് ബുക്ക് കവറാണ്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നല്ല നീളത്തിൽ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 10 കവേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബുക്കിൽ കവർ ചെയ്തെടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കാണിക്കാം. ഫസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ചൊന്ന് പാളിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും പിന്നെ ചെയ്ത സമയത്ത് ശരിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് നടുവിലായിട്ട് ഈ സ്റ്റിക്കർ ഇതുപോലെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു ബുക്കിലൊന്ന് കവർ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ നടുവിലത്തെ ആ ഭാഗം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ബുക്കൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ സൈഡ് ഭാഗം ഒന്നങ്ങ് അടർത്തിയെടുത്തതിന് ശേഷം ആ ബുക്കിലോട്ട് മെല്ലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വാൾപേപ്പറൊക്കെ ഒട്ടിക്കുന്ന ആ രീതിയിൽ തന്നെ കേട്ടോ. കുറേശ്ശെയായിട്ട് ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കുന്നതിനനുസരിച്ച് ഒട്ടിച്ച് അങ്ങനെ പോന്നാൽ മതി. ആ ഒരു സമയത്ത് നമ്മൾ 2 സൈഡ് ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനതൊന്ന് ഇതിൻ്റെ ഇടയിലൊന്ന് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊന്ന്. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഒന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലൊന്ന് നോക്കുക. അതുപോലെ തന്നെ ഞാൻ മക്കളുടെ മദ്രസ ബുക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇത്ര തന്നെ വലിപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഭാഗം സൈഡ് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഇടയിൽ നെയിം സ്ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ബുക്കിൻ്റെ ഫ്രണ്ടിൽ അത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ സൂപ്പർ ആവും കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു വാട്ടർ ബോട്ടിലാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ. സിപ്പ് ചെയ്യാനൊക്കെ പറ്റിയ രീതിയിലുള്ളൊരു വാട്ടർ ബോട്ടിലാണ്. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. ഇതിന് ഒരു സ്ട്രാപ്പൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് യൂസ് ആക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ മോഡലൊക്കെ. മറ്റേതിൻ്റെ പോലെ തന്നെ ഒരു ബട്ടണാണ് ഇതിൻ്റെ ടോപ്പിൽ വരുന്നത്. അത് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ സ്ട്രോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. സ്ട്രോ സിലിക്കോൺ മെറ്റീരിയലാണ് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ അടച്ചു വെക്കാനും വേണ്ടി പറ്റും. അപ്പോൾ അവർക്ക് യൂസ് ആക്കാനും വളരെ എളുപ്പമായിരിക്കും കേട്ടോ. നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 300 ml കപ്പാസിറ്റിയാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇത് പിങ്ക് കളറിലാണ് വരുന്നത്. ഇതുപോലെ തന്നെ 3-4 കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. പർപ്പിളിലും ഗ്രീനിലും ഒക്കെ ഇത് വരുന്നുണ്ട് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 159 രൂപയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ സിലിക്കോൺ മെറ്റീരിയലിൽ ഒരു കൊമ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ ഒരു ലിഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ സ്ട്രോ അടിയിലെ ഭാഗം വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. മുകൾ ഭാഗം സിലിക്കോൺ ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് സുഖമായിരിക്കും. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് വരുന്നത് 2 ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഊരി മാറ്റുകയും ചെയ്യാം. സിലിക്കോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ. ഞാനിത് കണ്ടപ്പോൾ കരുതിയിട്ടുണ്ടായിരുന്നു ഇതിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഈ ഒരു ഹോളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ട്.
ഈ ഒരു സിലിക്കോണിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഇത് അതിനൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടിലിന്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മളെ ബോട്ടിൽ വരുന്നത്. അപ്പോൾ അത്രയും നല്ല ഭംഗിയിലാണ് ഈ ഒരു ബോട്ടിൽ വന്നിട്ടുള്ളത്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ആ ഒരു രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ്സ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെന്ന് പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. താങ്ക്